പത്തനംതിട്ട തിരുവല്ലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. 2 പേർ രക്ഷപ്പെട്ടു. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, എത്ര പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്? ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി 11:30-യോടെയാണ് അപകടമുണ്ടായത്. തിരുവല്ലയിൽ മന്നംകരച്ചിറയിൽ കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് കുളത്തിലേക്ക് മറിയുന്നത്. ഈ അപകടത്തിൽ ഇപ്പോൾ കാരക്കൽ സാമിപാലം സ്വദേശിയായിരിക്കുന്ന ജയകൃഷ്ണൻ, 22 വയസ്സുള്ള ജയകൃഷ്ണൻ മരിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി 11:30-യോടെയായിരുന്നു അപകടം. തിരുവല്ല മുത്തൂർ സ്വദേശിയായ അനന്തു, അതുപോലെ അഴിയുടത്ത് ചിറ സ്വദേശിയായ IB എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കുളത്തിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. തിരുവല്ലയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 3 പേരെയും കാറിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ചെങ്കിലും ഒരാൾ മരണപ്പെടുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അനന്തു ആശുപത്രി വിടുകയും അനന്തുവിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ IB ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും പുലർച്ചെയായിരുന്നു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകട കാരണം വ്യക്തമല്ല. ഇനിയും വാഹനം ഓടിച്ച ആൾ ഉറങ്ങിപ്പോയതാണോ ഈ നിയന്ത്രണം വിടാനുള്ള കാരണം എന്ന കാര്യത്തിൽ അറിയില്ല. കാരണം രാത്രി 11:30-യാണ് സംഭവം നടക്കുന്നത്. സാധാരണ ഇത്തരം സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടാകുന്ന പലപ്പോഴും ഈ വാഹനം ഓടിക്കുന്ന ആൾ ഉറങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇനിയും വിശദമായ പരിശോധനയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നിയന്ത്രണം വിട്ട കാർ അത് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയും തുടർന്ന് തലകീഴായി മറിഞ്ഞാണ് ഈ കുളത്തിലേക്ക് വീണ അപകടത്തിലാണ് ഒരു യുവാവ് മരിച്ചിരിക്കുന്നത്. ആര്യ. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.